ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഈ കവറൊക്കെ ആയിട്ട് നിൽക്കുന്നത് ഞങ്ങളുടെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മാങ്ങ വറുക്കാൻ പോവാം. പഴുത്ത മാങ്ങ. അപ്പം ഒരുപാട് വീടിൻ്റെ ടെറസിൽ വീണ് കിടപ്പുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു അതെല്ലാം പറക്കിക്കൊണ്ട് വന്ന് ജ്യൂസ് അടിച്ച് കുടിക്കുകയാണ്. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. അതിനേക്ക് വലിയ കവറൊക്കെ ആയിട്ട് പോയത് നിറച്ച് കിട്ടിയാൽ ഭാഗ്യം. ഇനി ഇങ്ങനെ ഒരു വീഡിയോ ചിലപ്പോൾ അടുത്ത വർഷം കാണത്തോളായിരിക്കും. കാരണം ലാസ്റ്റാ മാങ്ങയെല്ലാം തീർന്നു വരും. അപ്പം ഇന്നലെ മുതലേ വീണ് എൻ്റെ മേളിൽ ഷെയ്ഡിൻ്റെ മേളിൽ കിടക്കും. അപ്പം ഞാൻ വിചാരിച്ച് ഇന്ന് അതെല്ലാം പോയി പറക്കിക്കൊണ്ട് വന്നിട്ട് ഒരു ജ്യൂസ് അടിച്ച് കുടിക്കാമെന്ന്. അങ്ങനെ പിന്നെ ടെറസിൻ്റെ മേളിലോട്ട് പോയി. ഞങ്ങൾ വീട്ടിൽ വന്ന കേട്ടോ. ഇനി ഞങ്ങൾ ടെറസിൻ്റെ മേളിൽ പോയി നമ്മൾ പറക്കും. അവിടെ മാങ്ങകൾ എല്ലാം ഷെയ്ഡിന്റെ മേളിൽ കിടക്കുക. ഇനി എല്ലാം ഈ തോട്ടി വെച്ചിട്ട് പറക്കിയെടുക്കണം. അവളെ മാറ്റ്. നല്ല ടാസ്കാ മക്കളെ, നല്ല ടാസ്കാ. ാടി ഇതെടുത്തിട്ടത് തോട്ടി കൊണ്ട് പറക്കുന്നത് കുറച്ച് ടാസ്ക് ആയതുകൊണ്ട് ചേച്ചിയുടെ മോനുണ്ടായിരുന്നു. അപ്പം അവനെയും കൊണ്ട് മതിലിൻ്റെ മേളിൽ നിർത്തിയിട്ട് മാങ്ങകളെല്ലാം പറക്കാമെന്നായിരുന്നു കേട്ടോ പ്ലാന്. അല്ലാതെ മേളിൽ നിന്നുകൊണ്ട് എന്തായാലും എടുക്കാൻ പറ്റത്തില്ല. അപ്പം അവൻ കയറിയിട്ട് ഓരോന്നോരോന്ന് പറക്കി തന്നു കേട്ടോ. നിലമോളെ എത്ര മാങ്ങ കിട്ടിയടാ? എത്ര 9 മാങ്ങ കിട്ടിയോളോ? ഇടി താണ്ടത് മാങ്ങ. വാവ്, സൂപ്പർ മാങ്ങ. എന്റെ മോക്ക് എടുത്ത് പൊക്കാൻ പറ്റുമോ? ഒന്ന് പൊക്കി കാണിച്ചേ. ഓ, ഇത് നോക്കട്ടെ. ഒന്ന് പൊക്ക്. കാണാൻ പറ്റുന്നില്ല അമ്മയ്ക്ക്. ഒന്ന് പൊക്ക്. ഒരാള് വെയിറ്റ് ചെയ്ത് നോക്കണേ മാങ്ങയ്ക്ക്. മതി, ആയല്ലോ. അതെടുത്തോ. മാങ്ങ വറക്കി ക്ഷീണിച്ച് പോയിരുന്ന ആടുന്ന്. നീ ഒരു മനസാക്ഷി കുത്തുണ്ടോ? മനസാക്ഷി കുത്ത് കണ്ടാടി. എന്റെ കൊച്ച് വെറുതെ നിന്നണ്ട. അവൾ ആത്മാർത്ഥമായിട്ട് ജോലി ചെയ്യുന്നുണ്ടോ? കണ്ടാ? നിനക്ക് ആത്മാർത്ഥതയുള്ള ജോലി ചെയ്യുന്ന കൊച്ചിനെ എവിടെയെങ്കിലും കിട്ടുമോ? കണ്ടോ എത്ര മാങ്ങ കിട്ടി മക്കളെ? എന്നെ ക്ഷീണിച്ച് എൻ്റെ കുഞ്ഞ്. എത്ര മാങ്ങ കിട്ടി മക്കളെ? ഒന്ന് കാണിച്ചേ. അത് ആ ജോലി ചെയ്യുന്നതിൻ്റെ സ്പിരിറ്റില് ഒരു പാൻ്റൊക്കെ പൊക്കി വെച്ചിട്ട്. കൊണ്ടിട് വേഗം കൊണ്ടിട്. നിനക്ക് എന്തോ പായസ വേണ്ടത്? എന്തോ പായസ വേണ്ടേ? മാമ്പഴ പായസോ മാങ്ങാ പായസം. നമ്മളങ്ങനെ പച്ച മലയാളത്തിൽ മാമ്പഴ പായസം എന്നൊന്നും പറയരുത്. നമ്മളങ്ങനെ അത്യാഗ്രഹങ്ങളൊന്നുമില്ല. നമുക്ക് ക്ഷീണം മാറ്റാനാണോ വണ്ടി കയറിയിരിക്കുന്നത്? ഇറങ്ങ, മാങ്ങ
നോക്ക്, എത്രണ്ണം കിട്ടിയെന്ന് നോക്ക് നിലമോനെ. വാ നില മാങ്ങ ഉണ്ട്, വാ വാടി. അങ്ങനെ ഗൈസ് താണ്ട ഇത്രയും മാങ്ങ ഞങ്ങൾക്ക് കിട്ടി. നമുക്ക് വേണ്ട. അപ്പം കുറച്ച് ഞാൻ ഇവിടെ വെച്ചിട്ടാണോ പോകുന്നത്. ലൈറ്റ് ഇടണ്ടേ? ഈ പഴുത്ത മാങ്ങ മാത്രം എടുക്കും. ഇത്രയും മാങ്ങ എടുത്തു കേട്ടോ. ബാക്കി അവരെ എടുത്തിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കൊണ്ടുപോയി ജ്യൂസ് അടിച്ച് നമുക്ക് കുടിക്കാം. കാല് പൊള്ളും. ഗൈസ് അങ്ങനെ മാങ്ങ എല്ലാം കൂടി നമ്മൾ തട്ടിയിട്ട് ഇനി അരിഞ്ഞ് പറക്കി ജ്യൂസ് അടിക്കാൻ പോകട്ടോ. കണ്ടു. ഇതിൻ്റെ ഇടയ്ക്ക് നല്ല പഴുത്ത് പുഴുവായതല്ല, അത്രയും നേരം ഷെയ്ഡിൽ കിടന്ന് വെയിലടിച്ചൊക്കെ അതുകൊണ്ട് ഇതിനൊക്കെ ഞെങ്ങുന്ന പുഴുവൊന്നുമില്ല, എന്നാലും ഓവറായിട്ട് പഴുത്ത് വന്നതിൻ്റെ കേട്ടോ. അപ്പം ഇത് എടുക്കുന്നില്ല, കാരണം ഇത് എടുത്തപ്പം ഇതേപോലെ ഭയങ്കരമായിട്ടും ഇതായിട്ടിരിക്കുന്നു കണ്ടോ. അതുകൊണ്ട് അത് എടുക്കുന്നില്ല. അതെനിക്ക് നല്ലതുപോലെ ഞെങ്ങി വരുന്നത് കൊണ്ടേ അതെടുക്കുന്നില്ല. ബാക്കിയുള്ളതൊക്കെ അങ്ങനെ ഇതിൻ്റെ പഴുത്ത മാങ്ങയെല്ലാം ഞാൻ അരിഞ്ഞ് ഇതിനൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്ത് കുറച്ച് കൊള്ളാത്തതൊക്കെ ഉണ്ടായിരുന്നു, ഇതേപോലെ ഞങ്ങൾ അതൊക്കെ അങ്ങ് മാറ്റി. പിന്നെ കുറച്ച് പുഴുവുള്ളതുണ്ടായിരുന്നു. 2-3 ദിവസമായിട്ട് ഷെയ്ഡിൻ്റെ മേളിൽ കിടക്കുന്നത് കൊണ്ട് അത്യാവശ്യം പുഴു ആയതും ഉണ്ടായിരുന്നു. അപ്പം ഇത്രയായിട്ടാണ് കിട്ടിയത്. ഇത് നമുക്ക് ജ്യൂസ് അടിക്കാം. ബാ. അത്യാവശ്യം നാരുള്ളതായതുകൊണ്ട് ഇത് കണക്ക് അരിച്ചെടുത്തിട്ട് ഒന്നും കൂടെ അടിക്കണം. നല്ല തിക്കായിട്ടാണ് വരുന്നത് കേട്ടോ. ഇത് നാരുള്ള മാങ്ങ അങ്ങനെ തന്നെ നമുക്ക് അടിച്ചു കുടിക്കാൻ പറ്റത്തില്ല. നിങ്ങളെ വീട്ടിൽ അരിക്കത്തില്ലെന്ന് പറഞ്ഞു. ഞാൻ അരിക്കാതിരിക്കത്തില്ല, ഞാൻ അരിച്ച് ഇത്രയും വെള്ളം ചേർത്തിട്ടും
ചേർത്തിട്ടും എല്ലാം നല്ല കട്ടി കേട്ടോ. കുറച്ചും കൂടി വെള്ളം ചേർക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. നല്ല മധുരമുണ്ട് കേട്ടോ. കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തോളൂ, എന്നിട്ട് നല്ല മധുരമുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ ടാറ്റാ ബൈ ബൈ. ബാക്കി ഇത്രയും ജ്യൂസ് ബാലൻസ് വന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് നമുക്ക് പാത്രത്തിനകത്തൊക്കെ അടച്ച് ഫ്രിഡ്ജിൽ വെക്കാം.